സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. അപ്പോൾ ലൈവിൽ നടന്നു കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ ഈ അടുത്ത ആഴ്ചയിലേക്കുള്ള ക്യാപ്റ്റൻസി ടാസ്കിലേക്കുള്ള ആൾക്കാരുടെ സെലക്ഷനും കാര്യങ്ങളും ഒക്കെയാണ്. ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ഇപ്പം 3 പേരുകളാണ് വന്നിരിക്കുന്നത്. ഒന്ന് ആര്യനും, 2 അഭിലാഷ്, 3 ജിസേൽ. അപ്പോൾ ഇവരെ 3 പേരെയാണ് അടുത്ത ആഴ്ചയിലേക്കുള്ള ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കണ്ടസ്റ്റൻസ് എല്ലാവരും ചേർന്ന് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ലാസ്റ്റ് വീക്കിലെ പെർഫോമൻസിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന 3 പേരെ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ കണ്ടസ്റ്റൻസും 2 പേരെ വെച്ച് സജക്ട് ചെയ്യാം. അതിൽ ഏറ്റവും കൂടുതൽ നോമിനേഷനിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കാൻ സാധിക്കുന്നത്. അപ്പം ഓരോ ആൾക്കാരും ആരെയൊക്കെയാണ് സജക്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും ആര്യൻ, അഭിലാഷ് എന്നിവരെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ജിസേലിന്റെ പേരും വന്നിരുന്നു. ഒന്ന് ഞാൻ പറയാം, രണ ഫാത്തിമ ആര്യനെയും ജിസേലിനെയും പറഞ്ഞു. അതുപോലെ തന്നെ ശൈത്യ ആര്യനെയും അഭിലാഷിനെയും നോമിനേറ്റ് ചെയ്തു. ബിന്നി ആര്യനെയും അപ്പാനി ശരത്തിനെയും നോമിനേറ്റ് ചെയ്തു. ആദില നോറ അഭിലാഷിനെയും ആര്യനെയും നോമിനേറ്റ് ചെയ്തു. അനുമോള് അഭിലാഷിനെയും ആര്യനെയും നോമിനേറ്റ് ചെയ്തു. സരിക അഭിലാഷിനെയും ആര്യനെയും നോമിനേറ്റ് ചെയ്തു. അതുപോലെ തന്നെ രേണു സുധിയും ആര്യനെയും അഭിലാഷിനെയും നോമിനേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ആര്യൻ അഭിലാഷിനെയും അതുപോലെ തന്നെ ജിസേലിനെയും നോമിനേറ്റ് ചെയ്തു. അപ്പാനി ശരത് ആര്യനെയും ജിസേലിനെയും നോമിനേറ്റ് ചെയ്തു. ബിൻസി ആര്യനെയും അപ്പാനി ശരത്തിനെയും നോമിനേറ്റ് ചെയ്തു. ജിസേൽ ആര്യനെയും അഭിലാഷിനെയും നോമിനേറ്റ് ചെയ്തു. അക്ബർ ജിസേലിനെയും അപ്പാനി ശരത്തിനെയും നോമിനേറ്റ് ചെയ്തു. ഷാനവാസ് അഭിലാഷിനെയും നെവിനെയും നോമിനേറ്റ് ചെയ്തു. അഭിലാഷ് ആര്യനെയും ജിസേലിനെയും നോമിനേറ്റ് ചെയ്തു. നെവിൻ ജിസേലിനെയും അഭിലാഷിനെയും നോമിനേറ്റ് ചെയ്തു. അനീഷ് ആര്യനെയും ജിസേലിനെയും നോമിനേറ്റ് ചെയ്തു. സോ മോസ്റ്റ് ഓഫ് ദ കണ്ടസ്റ്റൻസും ആര്യനെയും അഭിലാഷിനെയും നോമിനേറ്റ് ചെയ്തു. കുറച്ച് പേര് ജിസേലിനെയും നോമിനേറ്റ് ചെയ്തു. അറൗണ്ട് 5-6 കണ്ടസ്റ്റൻസ് ജിസേലിന്റെ നോമിനേഷനിലും വന്നിട്ടുണ്ട്. 3 പേര് എന്തോ അപ്പാനി ശരത്തിന്റെ പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈച്ചക്കോപ്പി തന്നെ ആയിരുന്നു മൊത്തം നോമിനേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ മികച്ച കണ്ടസ്റ്റൻസ് ഇവരൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പൊ ഈ ഒരാഴ്ച നോക്കിക്കഴിഞ്ഞാൽ ടാസ്കുകളിലാണെന്നുണ്ടെങ്കിലും അഭിപ്രായങ്ങൾ പറയുന്ന ഒരു കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും ഇവരെല്ലാവരും തന്നെ മുൻപന്തിയിൽ നിന്ന കണ്ടസ്റ്റൻസ് ഒക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് നമുക്ക് കൂടുതൽ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. മികച്ച കണ്ടസ്റ്റൻസിനെ തന്നെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ബട്ട് എല്ലാവർക്കും എന്താ പറയുന്ന ഒരു ഈച്ചക്കോപ്പി അടിച്ച പോലെ ഒരാൾ പറഞ്ഞത് തന്നെ പിന്നെയും പറഞ്ഞത് അല്ലാതെ ഒരു പുതിയൊരു അഭിപ്രായങ്ങളോ പുതിയൊരു കണ്ടസ്റ്റൻസിന്റെ പേരോ പറയാനില്ലായിരുന്നു. ബട്ട് കുഴപ്പമില്ല, ഡിസേർവിംഗ് ആയവർ തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ. മികച്ച രീതിയിൽ ഗെയിം കളിച്ച് വന്നവർ തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടതും. ആര്യനും അഭിലാഷും ജിസേലും. നമുക്ക് നോക്കാം ആരായിരിക്കും അടുത്ത ആഴ്ച ക്യാപ്റ്റൻസി ടാസ്കിൽ വിൻ ആകാൻ പോകുന്നതെന്ന്. അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.